ഒരാഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. മനുഷ്യത്വത്തിന്റെയും ധാർമ്മിക മൂല്യങ്ങളുടെയും അതിർവരമ്പുകളെല്ലാം ഭേദിച്ച് കേവലം ഭൗതിക ആഗ്രഹങ്ങൾക്കും ആഡംബര മോഹങ്ങൾക്കും വേണ്ടി സ്വന്തം രക്തബന്ധങ്ങളെ പോലും ഇല്ലാതാക്കാൻ കൗമാരപ്രായം തുനിയുന്നത് കടുത്ത നടുക്കവും ആശങ്കയുമാണ് സമ്മാനിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്തതിലേക്ക് കണ്ണു തുറക്കുന്ന കൗമാര മനസ്സുകളും കൈവിട്ടു പോകുന്ന മൂല്യബോധവും വഴിതെറ്റിക്കുന്ന ലഹരി സാങ്കേതിക സ്വാധീനങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രം: വളർന്നു വരുന്ന തലമുറയെ കാത്തു സൂക്ഷിക്കുന്നതിൽ കുടുംബവും പൊതുസമൂഹവും ജാഗരൂകരായില്ലെങ്കിൽ വരാനിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളായിരിക്കും. സമകാലിക കേരളീയ സമൂഹത്തെ അങ്ങേയറ്റം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ നടന്ന വയോധികന്റെ കൊലപാതകം. മാടപ്പുരയ്ക്കൽ പടീറ്റതിൽ ശിവൻകുട്ടി ചെട്ടിയാർ എന്ന വയോധികൻ സ്വന്തം വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം കേവലം ഒരു മോഷണ ശ്രമത്തിനപ്പുറം കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന കുറ്റവാസനയിലേക്കും ആസൂത്രിത കുറ്റകൃത്യങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സംഭവത്തിന് പിന്നിലെ ആസൂത്രണം, പോലീസിന്റെ സമയബന്ധിതമായ അന്വേഷണം, മാധ്യമങ്ങളുടെ പങ്കാളിത്തം, ഒപ്പം സമൂഹത്തിലുണ്ടാകുന്ന ധാർമ്മിക ചലനങ്ങൾ എന്നിവ ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഓഗസ്റ്റ് 15 അർദ്ധരാത്രി നടന്ന ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുവായ 13 വയസ്സുകാരി പെൺകുട്ടിയും കുട്ടിയുടെ കാമുകനും സുഹൃത്തുക്കളുമായ കൗമാരക്കാരുമാണെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് വെളിപ്പെടുത്തി. കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധുവായ ഒരു പെൺകുട്ടീനെയൊക്കെ നമ്മൾ മൊഴികളെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും മറ്റൊക്കെ കാണുകയുണ്ടായി. അങ്ങനെ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ആംഗിളിൽ കൂടെ നടത്തുകയുണ്ടായി. കൊല്ലത്തു നിന്നുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കാമുകനും സുഹൃത്തും ആയൊരു യുവാവും അയാളുടെ സുഹൃത്തുക്കളും കൂടി ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രൈം ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. സ്വർണവും പൈസയും അപഹരിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തായിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിൻ്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. ആ നഷ്ടപ്പെട്ട് മോഷണം ചെയ്തു കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ പുലർച്ചയോടെ പോലീസ് ഈ ആൾക്കാരെ കണ്ടെത്തുകയും അതിനുശേഷം ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണങ്ങളെല്ലാം റിക്കവറി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇവർ ഈ ക്രൈം നടത്തിയതിന് ശേഷം ഈ സിനിമ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് മനസ്സിലാവുന്നത്. മുളക് പൊടിയൊക്കെ വിതറിയാൽ പോലീസിനെ കബളിപ്പിക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ മുളക് പൊടിയൊക്കെ വിതറിയിട്ടാണ് പോയത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാവും ഒരു 17-16 വയസ്സുള്ള കുട്ടികളാണ്. പെൺകുട്ടി 13 വയസ്സുള്ളതാണ്. അപ്പോൾ ഒരു അഡൾട്ടിനെ പോലെ തന്നെയാണ് ഇവർ ആ ക്രൈമിനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഹീനസായിട്ടുള്ള ഒഫൻസ് ചെയ്ത ആ രീതിയിൽ ലീഗലായിട്ടുള്ള തുടർ നടപടി പോലീസ് ഏറ്റെടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചെയ്യലൊക്കെ വന്ന് പരിശോധിച്ചു, ആരും ഉണ്ടായില്ല, അതുകൊണ്ട് തിരിച്ചുപോയി. ആ രീതിയിലുള്ള മറുപടികളാണ് ഉണ്ടായത്. പിന്നെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമ്മുടെ ഇൻട്രോഗേഷൻ നമ്മൾ മൊഴിയെടുക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. മറ്റ് എവിഡൻസ് കൂടെ പോലീസിന് കൃത്യമായിട്ട് കിട്ടി. അതിനുശേഷം പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത്. കുട്ടിക്കൊരു ഫാമിലിയിലുള്ളൊരു ചെറിയ ഇഷ്യൂസ് അവിടെ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ട്. കുട്ടി മുമ്പ് മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് പരാതികൾ ഉണ്ടായിരുന്നു. പുതിയ ഐഫോണും ബൈക്കും വാങ്ങാനുള്ള സാമ്പത്തിക ആഗ്രഹങ്ങളും കൊല്ലപ്പെട്ട വ്യക്തിയുമായുള്ള വ്യക്തിപരമായ എതിർപ്പുകളുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ. വീടിന്റെ വെന്റിലേഷൻ വഴി അകത്തു കയറിയ പ്രതികൾ വയോധികനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ആ ദൃശ്യങ്ങൾ കാമുകൻ പെൺകുട്ടിയെ വീഡിയോ കോളിലൂടെ കാണിക്കുകയും ചെയ്തു. തുടർന്ന് അലമാരയിലുണ്ടായിരുന്ന 4.5 പവൻ സ്വർണം കവരുകയും തെളിവ് നശിപ്പിക്കാനായി മുളകുപൊടി വിതറുകയും ചെയ്തു. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നുവെങ്കിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രഹസ്യമായി നടത്തിയ നിരീക്ഷണങ്ങളിലൂടെയും ബന്ധുവായ മറ്റൊരു കൗമാരക്കാരനിൽ നിന്ന് ലഭിച്ച സൂചനകളിലൂടെയും പോലീസ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേർന്നു. കരുവാറ്റ സംഭവം കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതികൾ സിനിമകളെയും സോഷ്യൽ മീഡിയകളെയും മാതൃകയാക്കി എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനവും ഇത്തരം വഴിതെറ്റലുകൾക്ക് കാരണമാകുന്നുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലാണ്. ഈ വാർത്ത സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നു. കരുവാറ്റയിൽ നടന്ന നിഷ്ഠൂരമായ കൊലപാതകം നിയമപാലകർക്ക് മാത്രമല്ല, കുടുംബങ്ങൾക്കും പൊതുസമൂഹത്തിനും വലിയൊരു മുന്നറിയിപ്പാണ്. വയോധികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം വളർന്നുവരുന്ന തലമുറയുടെ മാനസികാരോഗ്യവും പെരുമാറ്റ രീതികളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. രക്ഷിതാക്കളുടെ ജാഗ്രതയും സാമൂഹികമായ ഇടപെടലുകളും മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസവും വഴി മാത്രമേ ഇത്തരം ദുരിതങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സാധിക്കൂ.
കേരളീയ രാഷ്ട്രീയത്തെ വീണ്ടും പിടിച്ചുലയ്ക്കുന്ന രീതിയിലാണ് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങൾ പുറത്തുവരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനിലേക്ക് കൂടുതൽ ശക്തമായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. CMRL കമ്പനിയിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച തെളിവുകളിൽ നിന്ന് നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. പരിശോധനകളിൽ പിടിച്ചെടുത്ത വീണ വിജയന്റെ ഡയറിയിൽ നിന്നും മറ്റ് കയ്യെഴുത്ത് രേഖകളിൽ നിന്നും പുറത്തുവന്ന വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഏകദേശം 20 കോടി രൂപയുടെ അധിക സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള തെളിവുകളാണ് ഈ ഡയറിയിൽ നിന്ന് EDക്ക് ലഭിച്ചത്. ഇതിൽ വിദേശ പണമിടപാടുകളും ഉൾപ്പെടുന്നുവെന്നത് കേസിന്റെ വ്യാപ്തി കൂട്ടുന്നു. ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിന്റെ കയ്യെഴുത്ത് വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഹവാല ബന്ധങ്ങളെക്കുറിച്ചും വിദേശത്തേക്ക് കൂടുതൽ പണം കടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടാതെ ലേക്കർ ഇന്ത്യ, സൊളാസ് തുടങ്ങിയ കമ്പനികളുമായുള്ള സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളും EDയുടെ നിരീക്ഷണത്തിലാണ്. ഇതിനൊപ്പം കേസിൽ ഉയർന്നുവന്ന മറ്റൊരു പ്രധാന ആരോപണം വ്യാജ സിം കാർഡ് ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. DTPC ഡെസ്റ്റിനേഷൻ മാനേജറും മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുമായ നന്ദുലാലിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡാണ് വീണ ഉപയോഗിച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇന്റർനെറ്റ് കോളുകൾ വഴിയുള്ള രഹസ്യ ആശയവിനിമയങ്ങൾക്കാണ് മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡ് സംഘടിപ്പിച്ചതെന്ന് സംശയിക്കപ്പെടുന്നു. ഈ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി അടുത്ത ആഴ്ച തന്നെ ED വീണ്ടും നോട്ടീസ് അയക്കുമെന്നാണ് വ്യക്തമാകുന്നത്. മാസപ്പടി കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഭരണപ്രതിപക്ഷ പോരുകൾ കൂടുതൽ കടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ വീണയ്ക്കെതിരായ അന്വേഷണം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് കമന്റ് പറയുന്നത് അനൗചിത്യമാകുമെന്നുമായിരുന്നു VD സതീശൻ പറഞ്ഞത്. സംഭവത്തിൽ CPIM പ്രതികരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇടതുപക്ഷം പറയുന്നതെന്നും ചെയ്യുന്നത് മറ്റൊന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവര് പ്രതികരിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് ആളുകൾ പ്രതികരിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം അവര് പ്രതികരിക്കട്ടെ തന്നെ. പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ചൊന്നും മിണ്ടിയിട്ടില്ല ഇതുവരെ. ഒരു അന്വേഷണം നടക്കുകയല്ലേ. ഞാൻ ആ അന്വേഷണത്തിന്റെ ഇടയിൽ കയറി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെ കുറിച്ച് ഒരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവര് പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിന്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. രാഷ്ട്രീയമായി നേരിടുന്ന വലിയ വിവാദമായിരുന്നു. പിന്നീട് ക്ലീൻ ചിറ്റ് താങ്കൾക്ക് ആഭ്യന്തര വകുപ്പ് നൽകുന്നതിലേക്ക് ആഭ്യന്തര വകുപ്പ് അല്ല നൽകിയത്, എനിക്ക് കഴിഞ്ഞ സർക്കാരാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. ആ പദ്ധതി താങ്കൾ മുന്നോട്ട് പോയി 5 വീടുകൾ വെക്കുകയാണ്. ഇതൊരു എന്ത് മറുപടി? അതിവിടെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 വീടുകളുടെ ശിലാസ്ഥാപനമാണ് ഇന്ന് രാവിലെ നടക്കുന്നത്. വേറെ ഒരു 5 വീടുകളുടെയും പിന്നെ ഒരു 4 വീടിന്റെ ഫ്ളാറ്റിന്റെയും പണി ഇപ്പൊ പൂർത്തിയാകണേ. അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അത് മുന്നോട്ട് പോകും. അത് അവര് തന്നെ അന്വേഷിച്ച് അവര് തന്നെ കണ്ടെത്തി ഒന്നുമില്ലെന്ന്, വീണ്ടും അവർ ഒന്നും കൂടി അന്വേഷിച്ച് വീണ്ടും കണ്ടെത്തി ഒന്നുമില്ലെന്ന്. ഇത്രയേ ഉള്ളൂ. ഈ ഒന്നുമില്ലാതെ ഇരുന്ന സമയത്താണോ ഇത്രയധികം തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾക്കെതിരെ? അതങ്ങനെ പറയുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണല്ലോ ഈ രാഷ്ട്രീയത്തിലെ ഒരു പ്രശ്നം. അതാണല്ലോ, അവരുടെ മുമ്പിൽ 2 വിജിലൻസ് ഡയറക്ടർമാരുടെയും റിപ്പോർട്ട് ഇരിക്കുമ്പോഴാണ് അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് പ്രചരണം നടത്തിയത്. അവരന്വേഷിച്ച അവരുടെ പോലീസിന്റെ 2 വിജിലൻസ് ഡയറക്ടർമാര് ഇത് പൂർണ്ണമായും നന്നായി നടത്തിയ ഒരു പദ്ധതിയാണ് എന്നാണ്. ഞാൻ ഒരിക്കലും ഇത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. അന്വേഷിച്ചോളാനാ പറഞ്ഞത്. അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് കിട്ടുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായി. ഞാൻ എന്റെ പ്രസംഗം നിങ്ങൾ എടുത്തു നോക്ക്. ഏത് ഏജൻസി അന്വേഷിച്ചാലും അതിനൊരു ക്ലീൻ ചിറ്റ് കിട്ടും. അവരെ അഭിനന്ദിക്കൂടി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അസംബ്ലിയിൽ. CBI അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ CBI കൂടി അന്വേഷിക്കട്ടെ. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ കമന്റ് പറയുന്നത്? നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിലൊന്നും വരില്ല എന്നറിയാം. നോക്കണം, ഇനിയിപ്പോ നോക്കണം. നേരത്തെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതുവരെ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ലിസ്റ്റ് കൊടുത്ത് ഇനി പുതിയത് നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 150ഓളം വീടുകൾ നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പൂർത്തിയാക്കാൻ വേണ്ടി വീട് പണി അവരുടെ ലൈഫ് പദ്ധതിയിലേക്ക് 4 ലക്ഷം രൂപ കിട്ടുന്നുള്ളത് പൂർത്തിയാക്കാൻ പറ്റുന്നു. അത് പൂർത്തിയാക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നിരവധി വീടുകൾക്ക് 100-ലധികം 150ഓളം വീടുകൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ തീരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മളിതിപ്പോൾ 450 സ്ക്വയർ ഫീറ്റാണ് വീട്. ഇന്ന് 5 വീടുകളുടെ ശിലാസ്ഥാപനമുണ്ട്.
അതേസമയം ED പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ മുൻപുയർന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന വിവരങ്ങളാണുള്ളത്. കേന്ദ്ര ഏജൻസിയാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഇതിൽ കേരള സർക്കാരിനോ കോൺഗ്രസിനോ യാതൊരു പങ്കുമില്ല എന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. അവരിൽ നിന്ന് അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ഇന്നലെ സംഭവഗതികൾക്ക് ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. കാരണം EDയുടെ പത്രക്കുറിപ്പ് നമ്മളെല്ലാവരും കണ്ടു. അതിൽ ഇതുവരെയുള്ള അന്വേഷണത്തെ ബലപ്പെടുത്തുന്നതും ആക്ഷേപങ്ങളെ ശരിവെക്കുന്നതുമായ ചില കാര്യങ്ങളാണ് ED ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് CPM ഉത്തരം പറഞ്ഞിട്ടില്ല. അതിനാണ് ഉത്തരം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ കേരള സർക്കാരിനോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസിയാണ്. അന്വേഷണം നേരത്തെ ആരംഭിച്ചതാണ്. ഈ ആക്ഷേപങ്ങൾ കേരളത്തിലെ വാർത്താ മാധ്യമ രംഗങ്ങളിലും ജനങ്ങളുടെ ഇടയിലും അതിശക്തമായിട്ട് നിലനിൽക്കുന്ന ആക്ഷേപങ്ങൾ തന്നെയാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്നു. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതിനുള്ള ഉത്തരങ്ങൾ വസ്തുതാപരമായിരിക്കണം. രാഷ്ട്രീയമായിട്ട് അവർക്ക് പ്രതികരിക്കാം. പക്ഷെ അത് ജനങ്ങൾക്ക് വിശ്വാസമാകണമെന്നില്ല. രാഷ്ട്രീയ വേട്ടയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്നലത്തെ പത്രക്കുറിപ്പിലെ വസ്തുതകൾ നിഷേധിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. വീണ വിജയൻ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ. അങ്ങനെ തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള സമ്പാദ്യങ്ങളാണ് ഇന്നലത്തെയൊക്കെ EDയുടെ പ്രസ്താവനയിൽ നിന്ന് മറനീക്കി വെളിച്ചത്ത് വരുന്നത്. ഈ രാസലഹരി കേസിലെ പ്രതിയുമായി മുഖ്യമന്ത്രി ഓഫീസിന്റെ അടുത്ത ബന്ധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടല്ലേ പ്രസിഡന്റ്? അതിപ്പോ നമുക്ക് എല്ലാവർക്കും വരുന്ന വിഷയം, ഏത് പാർട്ടിയാണെങ്കിലും നമ്മളോട് പരിചയമുള്ളവരോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രവണത, ഒരു പരിചയമില്ലാത്തവരും വന്ന് ഫോട്ടോ എടുക്കും, ഓഫീസിൽ വരും. അത് രാഷ്ട്രീയ നേതാക്കന്മാരെ അടുത്ത് വരാം, മുഖ്യമന്ത്രി ആയാൽ വരാം, പ്രതിപക്ഷ നേതാവായാൽ വരാം, മന്ത്രി ആയാൽ വരാം, MP ആയാൽ വരാം, MLA ആയാൽ വരാം, പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ പോലും വരാം. നമുക്ക് ആളുകളെ അങ്ങനെ അവരെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. ആ സമയത്ത് ഒരു സംഭവത്തിൽ നമ്മളെ പരിചയമുള്ളവരോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തവരോ പിടിക്കപ്പെടുന്ന ഒരു സന്ദർഭം വരുമ്പോഴാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ സഹായിക്കുന്ന യാതൊരു നിലപാടും കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു പാർട്ടി ഘടകമോ സ്വീകരിക്കില്ല. എല്ലാ പാർട്ടികൾക്കും ഇതൊരു പാഠമായിരിക്കണം. ആരെങ്കിലുമായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും പരിചയപ്പെടും, ഞങ്ങളാരും നിഷേധിച്ചാൽ അതൊരു വാർത്തയല്ലേ. ഫോട്ടോ എടുക്കണ്ടെന്നോ ചായ കുടിക്കണ്ടെന്നോ പറയാൻ പറ്റില്ലല്ലോ. ഏത് സമയത്തും ഉണ്ടാകാം. നമ്മളൊരു സമയം ഒന്നും പ്രത്യേകിച്ച് ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇന്നലെ ദീപാദാസ് മുൻഷി നിങ്ങളോടെല്ലാം പറഞ്ഞത്. അത് ഞാനും കേട്ടു. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ, ശക്തമായ ജനാധിപത്യ പാർട്ടിയാണ്. അതിനാവശ്യമായ ചർച്ചകളും അതിന്റെ ആശയവിനിമയങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിനൊന്നും അങ്ങനെ ഒരു പ്രത്യേക നിബന്ധനയൊന്നും കോൺഗ്രസിന്റെ ഭരണഘടനയിലില്ല, ഇതുവരെയുള്ള പ്രവർത്തന ശൈലിയിലില്ല. ചിലരൊക്കെ ഒന്നിലേറെ ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകും. ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വീണ്ടും ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിനെ തിരികൊളുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അപ്രതീക്ഷിത മിന്നൽ സമരം. CJP സംഘടിപ്പിച്ച വിദ്യാർത്ഥി സമരത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാഹിൽ എന്ന 19-കാരനായ വിദ്യാർത്ഥിയുമായി പാർലമെന്റ് സ്ട്രീറ്റിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഓഫീസിലെത്തിയാണ് രാഹുൽ ഗാന്ധി കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഡൽഹി പോലീസ് വിസമ്മതിച്ചതാണ് പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് തെരുവിലിറങ്ങാൻ നിർബന്ധിതനാക്കിയത്. എന്നാൽ ഭരണപക്ഷമായ BJP ഈ നീക്കത്തിനെതിരെ അരാജകത്വ രാഷ്ട്രീയ ആരോപണവുമായി രംഗത്തെത്തിയതോടെ വിഷയം വലിയൊരു പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ജൂലൈ 20 നടന്ന പ്രതിഷേധ മാർച്ചിനിടെയാണ് സാഹിൽ എന്ന വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ പെല്ലറ്റ് തുളച്ചു കയറുകയും ഒരു കണ്ണിന്റെ കാഴ്ചശേഷി അപകടത്തിലാവുകയും ചെയ്തത്. സംഭവത്തിൽ FIR ഇടാൻ പോലീസ് തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ആദ്യം മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിലും പിന്നീട് പാർലമെന്റ് സ്ട്രീറ്റിലെ സെൻട്രൽ ഡൽഹി DCP ഓഫീസിലും രാഹുൽ ഗാന്ധി നേരിട്ടെത്തുകയായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യാതെ താൻ അവിടെ നിന്ന് മടങ്ങില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഈ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ 200ഓളം പെല്ലറ്റുകളാണ് തുളച്ചു കയറിയത്. ഒരു കണ്ണിന്റെ കാഴ്ചശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. ഡൽഹി പോലീസ് പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ആരാണ് ഈ ചെറുപ്പക്കാരന് നേരെ വെടിവെച്ചതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. 14 तारीख को
कनॉट प्लेस में पैलेट गन का प्रयोग हुआ, उसका सबूत क्या है? 20 जुलाई को पैलेट गन का प्रयोग हुआ, उसका सबूत क्या है? सबूत ये है, देखिए ये है पैलेट्स, देख लीजिए इनको अच्छी तरह देख लीजिए, ये देखिए ये है पैलेट्स। ये कहाँ से आए? ये इनके शरीर से आए, दिखाओ, ये इनके यहाँ लगे छर्रे, 200 छर्रे इनके शरीर के अंदर हैं, 3 छर्रे इनकी आंख में है। वो फाइल दिखाओ, ये है एम्स की रिपोर्ट, लेडी हार्डिंग की रिपोर्ट, जिसमें साफ लिखा है कि इनको एम्स की एरी, जिसमें साफ लिखा है कि इनके शरीर में 200 से ज्यादा छर्रे हैं, आंख में 3 छर्रे हैं, आंख इनकी खो गई है, उस आंख से वो नहीं देख पाएंगे, और इनके दिल के पास, बिल्कुल दिल के पास छर्रे हैं जो छुए नहीं जा सकते हैं। दिल्ली पुलिस ने कहा कि हमने छर्रे नहीं चलाए, तो एक ही सवाल है, अगर आपने नहीं चलाए तो किसी ने तो ये छर्रे चलाए होंगे, शायद किसी और ने इन पर छर्रे चला दिए, और अगर किसी और ने नहीं चलाए तो पता नहीं, शायद इन्होंने ही छर्रे चला दिए होंगे, मगर क्राइम तो हुआ है क्योंकि इनके शरीर में छर्रे हैं। हम सिर्फ ये कह रहे हैं कि एफआईआर दर्ज कीजिए, एफआईआर दर्ज कीजिए। हिंदुस्तान का एक युवा है, उनकी मम्मी यहाँ पे ज्योति खड़ी है, उनके पिता दीपक है, साहिल है ये, और हम सिर्फ ये कह रहे हैं कि प्लीज एफआईआर दर्ज कीजिए। अंदर से हमें बताया जा रहा है कि देखिए ऊपर से ऑर्डर आया है, एफआईआर नहीं हो सकता है। सिंपल सी बात है, जब तक एफआईआर नहीं होगा तब तक हम यहां से नहीं हिलने वाले हैं। सिंपल सी बात है, एफआईआर करना होगा। इस देश में लाखों लोगों के साथ ये अन्याय होता है, महिलाओं के साथ होता है, जिनका रेप किया जाता है उनके साथ होता है, गरीबों पर यह किया जाता है, हर रोज किया जाता है, और ये नई दिल्ली में कनॉट प्लेस में आपकी आंखों के सामने किया जा रहा है। इसीलिए हम सिर्फ एक मांग है हमारी, एफआईआर, डीडीआर और जो इन्वेस्टिगेटिव ऑफिसर है उसका आप नाम हमें बता दीजिए, हम चले जाएंगे। हम सिर्फ इस परिवार के लिए न्याय मांग रहे हैं, और हमें बताया जा रहा है कि हिंदुस्तान में युवा पर गोली चलाई जा सकती है। दिखाइए, यहाँ दिखाइए, युवा पे गोली चलाई जा सकती है, मगर मोबाइल आंख दिखाइए, गोली चलाई जा सकती है, मगर इस देश में अमित शाह की होम मिनिस्ट्री, दिल्ली पुलिस के लोग न्याय नहीं दिलवाने देंगे। രാഹുൽ ഗാന്ധിയുടെ ധർണ ഡൽഹി പോലീസിനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയെങ്കിലും ശക്തമായ ആക്രമണവുമായാണ് BJP മുതിർന്ന നേതാക്കൾ ഇതിനെ നേരിട്ടത്. രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി അരാജകത്വമുണ്ടാക്കാനാണെന്ന് മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. അതേസമയം കോൺഗ്രസ് ഈ വിഷയം സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് BJP നേതാവ് സ്മൃതി ഇറാനിയും വിമർശിച്ചു. സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക സമിതിയും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്ന വിഷയത്തിൽ FIR പോലും ഇടാൻ പോലീസ് മടിക്കുന്നത് ജനാധിപത്യപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത്. എന്നാൽ അന്വേഷണങ്ങൾ പൂർത്തിയാകും മുൻപ് രാഷ്ട്രീയ ലാഭത്തിനായി ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് BJP തിരിച്ചടിക്കുന്നത്. സമാധാനപരമായ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചുവെന്ന ഗുരുതര ആരോപണം വരും ദിവസങ്ങളിൽ പാർലമെന്റിനെ അകത്തും പുറത്തും വലിയ കൊടുങ്കാറ്റായി മാറുമെന്ന് തീർച്ചയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് തെരുവിലിറങ്ങി കുത്തിയിരിപ്പ് സമരം നടത്തിയതോടെ പെല്ലറ്റ് വിവാദം ദേശീയ തലത്തിൽ കൂടുതൽ ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കിയിരിക്കുകയാണ്. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.